ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഓട്ടടയാണ് കേട്ടോ. ഓട്ടട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മലപ്പുറംകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം ഓട്ടട എന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പം ഇന്ന് രാവിലത്തെ എൻ്റെ പലഹാരം ഓട്ടടയായിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടച്ചിരുന്നു അരി. അത് കഴുകി ഞാനിതാ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ആവരുതേ. ഇനി നമുക്ക് വേണ്ടതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അതിന് 2 പിടി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്നും കുറച്ചധികം അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നും കൂടി സോഫ്റ്റ് ആവുള്ളൂ നമ്മളെ ഓട്ടട. പിന്നെ വേണ്ടത് കുറച്ച് ചോറാണ്. ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച ചോറുണ്ടായിരുന്നു. അതിന് കുറച്ചെടുത്ത് ഞാനിതാ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും കൂടി ഞാൻ ഈ മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനത് അരച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ ഒരു പാത്രം എടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ് കേട്ടോ ഈ ഓട്ടട. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അധികം സാധനമൊന്നും വേണ്ടത് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറഞ്ഞൊരു നുള്ള് ബേക്കിംഗ് സോഡയും കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടേ ഉള്ളൂ ഇത് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതാ ഒരു മൺചട്ടിയാണ് കേട്ടോ സ്റ്റൗമ്മ വെച്ചിട്ടുള്ളത്. ഇത് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇരുമ്പ് ചട്ടി നോൺ സ്റ്റിക്ക് ചട്ടി ഒന്നും പറ്റൂല, കടി പിടിക്കായിരിക്കും. നല്ലോണം ചൂടായിട്ടുണ്ട് ചട്ടി. അപ്പം ഞാനിതാ ഒരു കയ്യിൽ മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇത് നല്ലോണം ഇങ്ങനെ ഹോൾസായി വരും കേട്ടോ. നല്ലോണം വരുമ്പോൾ നമ്മളൊരു മൂടിയിട്ട് അടച്ചു കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇതുവരെ നല്ല തീ വേണം. പിന്നെ നമുക്ക് തീ കുറച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. നല്ല തീയിൽ ആണെങ്കിൽ വേഗം ചുട്ടെടുക്കാം. അടുപ്പിലൊക്കെ ആണെങ്കിൽ ഇതിലേറെ സൂപ്പറായി കിട്ടും കേട്ടോ. ഞാനിനി അടുപ്പ് കത്തിക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഗ്യാസുമ്മ തന്നെ വെച്ചതാണ്. അപ്പം അങ്ങനെ അതാ നമ്മളെ എല്ലാപ്പം ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഓട്ടടയൊക്കെ റെഡി ആയിട്ടോ. ഇത്രയും ഓട്ടട ചുട്ടു ഞാൻ. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പറാണെന്നൊക്കെ. നല്ല സോഫ്റ്റാണിത്. നമുക്കിതേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെ ഇതിങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടു. ഇനി ഇതിലേക്ക് നമ്മളിന്ന് തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കിയിരിക്കണത്. മീൻ കറി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ചിക്കൻ കറിയാണ്. ഞാനിതാ മൺചട്ടിയിലാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കണേ. അതും തേങ്ങ വറുത്തരച്ചൊരു കറി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.